കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് വീണ്ടും ഇ.ഡി. നോട്ടീസ്. അടുത്ത മാസം 2-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകണം. ഇ.ഡി. സമൻസിന് എതിരായ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ ഹർജി ഹൈക്കോടതി മെയ് 21-ലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് തോമസ് ഐസക്കിന് വീണ്ടും ഇ.ഡി. നോട്ടീസ് അയച്ചത്. ഇ.ഡി. നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക് പ്രതികരിച്ചു. ഇ.ഡിയുടെ പേടിപ്പിക്കലൊക്കെ ഉത്തരേന്ത്യയിൽ മതിയെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എൻ്റെ തോന്നല് എന്തുവാ, അന്ന് ചെന്നില്ലെങ്കിൽ മൂക്കിപ്പൊടിയാക്കുമോ? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയാൽ എന്താ? ഇവിടെ ആർക്കും ഇ.ഡി. പേടിയൊന്നുമില്ല കേട്ടാ. അത് വടക്കേന്ത്യയിലൊക്കെ പോയിട്ട് വല്ലതും നോക്കി വെച്ചാൽ മതി. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, അദ്ദേഹം നിലപാട് പറയുന്നുണ്ട്. ഇ.ഡി. വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ട ഈ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? 8ാം തവണയാണ് ഇ.ഡി. ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് മസാല ബോണ്ട് കേസിൽ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഒരു സമൻസ് അല്ലെങ്കിൽ നോട്ടീസ് അയക്കുന്നത്. ഇതുവരെ ഒന്നും തന്നെ തോമസ് ഐസക് ഹാജരായിരുന്നില്ല. എന്തായാലും ഹൈക്കോടതിയിൽ തോമസ് ഐസക്കിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഈ സമൻസ് അയക്കുന്ന സംവിധാനം അവസാനിപ്പിക്കണം, താൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട്. ഇത് മെയ് 21-ന് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് കേൾക്കാൻ. ആ ഒരു സമയത്താണ് വീണ്ടും ഒരു നോട്ടീസുമായി ഇ.ഡി. രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കോടതി ലക്ഷ്യമാണ് എന്നാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും 8-ാം തീയതി ഹാജരാകില്ല, തിങ്കളാഴ്ച തന്നെ കോടതിയെ സമീപിക്കും. അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കോടതി പറഞ്ഞാൽ താൻ ഹാജരാകാമെന്നൊരു നിലപാടാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക് സ്വീകരിക്കുന്നത്. ഇത് കൂടാതെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇ.ഡിക്കെതിരെ ഒരു വെല്ലുവിളിയുടെ സ്വരം തന്നെയാണ് ഇന്നും ഇടതു സ്ഥാനാർത്ഥിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇ.ഡി. എന്താ മൂക്കിൽ പൊടിയാക്കുമോ എന്നാണ് ഇ.ഡി. ചോദിച്ചത്. ഇത് കൂടാതെ ഇത് വടക്കേ ഇന്ത്യ ഒന്നുമല്ല, പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും കൂടി പറഞ്ഞു വെക്കുന്നു. അതായത് നിയമപരമായി നീങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായി ഒരു നേട്ടം ഉണ്ടാക്കാൻ കൂടി CPIM-ഉം ഇടതുപക്ഷവും ശ്രമിക്കുന്നു. പക്ഷേ ഇ.ഡിയുടെ നോട്ടീസ് അന്ത്യശാസന നോട്ടീസാണെന്ന് തോമസ് ഐസക് തന്നെ പറയുന്നുണ്ട്. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് എന്ന് ആ നോട്ടീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അവസാന അവസരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കും. ശരി ശ്രീജിത്ത് ശ്രീകുമാർ.